ഇത് കണ്ടോ കൂട്ടുകാരെ, എൻ്റെ കോഴിക്കൂടിൻ്റെ പുതിയ സെറ്റപ്പ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഇതാ കോഴിക്കൂടിന് ചുറ്റും വലകൾ ഇട്ടിട്ട് അതിലാണ് കോഴികൾ, എൻ്റെ ചക്കിക്കോഴികൾ ചിക്കി ചികഞ്ഞ് നടക്കുന്നത്. അപ്പം ഒരു കൂട്ടിലാണ് കേട്ടോ ഇവർ, രണ്ട് കള്ളിയുണ്ട്, അതിൽ ഒരു കള്ളിയിലാണ് ഇവർ കിടക്കുന്നത്. ഇതാ ഇവിടെ അവിടെ ഞാൻ കോലൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട്. കോഴികൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കോലിലിരിക്കാനായിട്ട്. പിന്നെ ഇതാ ഈ കള്ളിയിലാണ് എന്തുള്ളത്, എൻ്റെ കോഴികൾക്ക് മുട്ടയിടാനായിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടി വച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സെറ്റപ്പ്, ഈ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ. പിന്നെ ഇതാ ഒരു വട്ടി കണ്ട. അപ്പോൾ 3 സെറ്റപ്പാണ് കോഴികൾക്ക് മുട്ട ഇടാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക, ധാന്യങ്ങൾ മാത്രമല്ല കേട്ടോ, പുല്ലും ഔഷധച്ചെടികളും പുല്ലും ഇലകളൊക്കെ കൊടുക്കണം കോഴികൾക്ക്. എന്നാൽ മാത്രമേ അവർ നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ, മുട്ട ഇടുകയുള്ളൂ. അപ്പോൾ എനിക്ക് അരിഞ്ഞു കൊടുക്കാനൊന്നും സമയമില്ല. ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെ കാണുന്ന പുല്ലുകളോ ഇലകളൊക്കെ പറിച്ച് ഇവർക്ക് ഇട്ട് കൊടുക്കും. കണ്ട, ഇതവർ ചിക്കി ചികഞ്ഞ് കൊത്തിപ്പറക്കി തിന്നോളും. ഇതിപ്പോൾ രാവിലെ ഇട്ട് കൊടുത്തേക്കണേ കേട്ടോ, ഫ്രഷ് ഇലയാണ്. ഇത് വൈകുന്നേരം വരുമ്പോൾ ഇതാകെ രൂപം മാറിയിട്ടുണ്ടാവും. ചക്കി കണ്ടോ, എൻ്റെ എൻ്റെ ചക്കിപ്പൂവൻ കോഴിയും പെടക്കോഴിയൊക്കെ ഉണ്ട്. കൂട്ടായിട്ട് ഞാൻ 2 ഗിനിക്കോഴിനെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് കൂട്ടായിട്ട്. കണ്ട, അപ്പോൾ ഇവർ മനുഷ്യന്മാരായിട്ട് അധികം ഇണങ്ങൂല. പക്ഷേ നാടൻ കോഴികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളായിട്ട് ഇടപഴകണ കാണുമ്പോൾ ഇവരും നമ്മളായിട്ട് ചങ്ങാത്തത്തിൽ വരും. 2 പൂവൻ കോഴിയുള്ളത് ചക്കി. ഇവനാണ് ഇട്ട കാർന്നൂര്. ചക്കി നല്ല സ്നേഹമായിട്ട് ഇവന്. ഇളം തലമുറക്കാരൻ ചക്കി പൂവൻ കോഴി. കണ്ട, അങ്ങനെ 2 പൂവൻ കോഴിയും 4-5 പെടക്കോഴിയും പിന്നെ 2 ഗിനിക്കോഴിയും. അതാണ് ഇപ്പം ഇത്രയും മതി ഒരു വീട്ടിലോട്ട് കേട്ടോ. അത്യാവശ്യം മുട്ടകൾ കിട്ടിക്കോളും. എന്താണ്ടാ ഏറ്റവും അടുപ്പം എൻ്റെ ചക്കിപ്പൂവൻ കോഴീനോടാട്ടോ. അപ്പം ഇടയ്ക്ക് മൂപ്പര ഞാൻ പുറത്താക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, എൻ്റെ അടുത്തൊന്നും മാറില്ല. അതുകൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ പറമ്പിലിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒക്കെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വല സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്.